ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് അവർക്കും സ്വാഗതം. അതായത് ജനുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ജനുവരി മാസത്തിൽ കുംഭം രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. കുംഭം രാശി എന്ന് പറയുമ്പോൾ തന്നെ അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും അതുപോലെ അവിട്ടത്തിൻ്റെ പകുതി ഭാഗവും അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരോരട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന കുംഭക്കൂറുകാർക്ക് സൂര്യചാരവസാൽ, അതായത് ഇപ്പോൾ ജന്മശനി, കണ്ടകശനി, ഏഴരശനി എന്നിവ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും സൂര്യചാരവസാൽ കുറച്ചൊരു മാനസികപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ളതും തൊഴിൽ സംബന്ധമായിട്ടുള്ളതും കുടുംബ സംബന്ധമായിട്ടുള്ളതും സന്താന സംബന്ധമായിട്ടുള്ളതും കുറച്ചൊരു ആശ്വാസം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മനസമാധാനം കുറച്ച് വരുവാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങൾ ചെറിയ ചെറിയ തോതിൽ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മന്ദത കുറച്ച് മാറി വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ നേട്ടങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നവർക്ക് വളരെ ഉചിതപരമായിട്ടുള്ളൊരു സമയമാണ് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള വ്യക്തികൾക്ക്, ഫൈനാൻസ് സംബന്ധമായിട്ടുള്ള വ്യക്തികൾക്ക്, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ളൊരു സമയമാണ് ഈ ചാരവസാൽ എന്നാണ് പറയുന്നത്. ചാരവസാൽ ഇതിൽ അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ കടന്നു പോകുന്നത്, പക്ഷെ അതിലൊരു ചെറിയൊരു ആശ്വാസം എന്നാണ് പറയുന്നത്. കാരണം എപ്പോഴും ഒരുമിച്ച് ഒരേപോലെ പോകുന്ന ഒരു വണ്ടി ആയിരിക്കില്ല, വാഹനമായിരിക്കില്ല. എപ്പോൾ ചിലപ്പോൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും, ഒതുക്കേണ്ടവിടെ ഒതുക്കേണ്ടി വരും, നിർത്തേണ്ടവിടെ നിർത്തേണ്ടി വരും. അങ്ങനെയുള്ള യാത്രയിലാണ് എല്ലാം ഉള്ളത്. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ സൂര്യചാരവസാനം ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് ഒരു മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ഉണ്ട്, സമാധാനം വരുവാനുള്ള സാധ്യതയുണ്ട്. ധനസംബന്ധമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ചില പ്രോബ്ലങ്ങളിൽ പെട്ടുകൾ, അതായത് മാനസികപരമായിട്ട് പെരുമുറുക്കത്തിൽ പെട്ടിരിക്കുന്നവർക്ക് മാനസികപരമായിട്ട് കുറച്ച് റിലീഫ് കിട്ടുവാനുള്ള സാധ്യതയും മനപ്രയാസത്തോടുകൂടി കഴിയുന്നവർക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടുവാനുള്ള സാധ്യതയും രോഗശയ്യയിൽ കിടക്കുന്നവർക്ക് കുറച്ച് ശമനം കിട്ടുവാനുള്ള സാധ്യതയും അതികഠിന വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് ആ വേദനയിൽ നിന്നും കുറച്ചൊരു മോചനം നേടുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ പലവിധ കഷ്ടങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് കുറച്ചൊരു മാറ്റം വരുവാനുള്ള സാധ്യതകളും കടബാധ്യതകൾ സഹിക്കാൻ പറ്റാതെ ഇരിക്കുന്നവർക്ക് പുലഭ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ഇരിക്കുന്നവർക്ക് കുറച്ചൊരു മനസ്സമാധാനം കിട്ടുവാനുള്ള സാധ്യതയും കടബാധ്യതയിൽ നിന്നും കുറച്ച് അവരുടെ വാക്കു തർക്കങ്ങളിൽ നിന്നും കുറച്ച് ഒതുങ്ങി അവരും കുറച്ച് ഒതുങ്ങി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സന്താനങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു സമാധാനം വരുവാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ ആയുർവേദ സംബന്ധമായിട്ടും ഹോമിയോപ്പതി സംബന്ധമായിട്ടും അലോപ്പതി സംബന്ധമായിട്ടുള്ള അതിൽ വർക്ക് ചെയ്യുന്ന ഫാർമസ്യൂട്ടിക്കൽ ലാബ് എന്ന് വേണ്ട എല്ലാ വർക്കേഴ്സുമാർക്കും കുറച്ചൊരു സമാധാനം കിട്ടുന്ന ഒരു സമയമാണ് ഈ കുംഭരാശിക്കാർക്ക് ഇപ്പോൾ ഉള്ളത്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചെറിയൊരു ഉണർവുണ്ടാവും. രാഷ്ട്രീയത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം തല താത്തി നിൽക്കുന്ന ഒരു ലെവലിലുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഉയർത്തിപ്പിടിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വാക്ക് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോഴും സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ഭയങ്കരമായിട്ടുള്ളൊരു ആശ്വാസം കിട്ടും എന്ന് തന്നെ പറയാം. കാരണം ഒരു ശ്വാസമുട്ടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്വാസമുട്ടലിൻ്റെ മരുന്നോ അല്ലെങ്കിൽ റോട്ടാകോപ്പോ അല്ലെങ്കിൽ ഇൻഹേലറോ അല്ലെങ്കിൽ നെബുലേഷനോ എല്ലാം കൊടുത്താൽ എത്ര ഒരു ഫ്രീ ആയിട്ട് കിട്ടും, അതുവരെ ഒരു ആശ്വാസം കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ രാശിയിൽ ജനിച്ചിരിക്കുന്നവർക്കെല്ലാം കർമ്മയോഗം, കർമ്മം ചെയ്യാനുള്ള യോഗം ഉണ്ടാവും എന്ന് പറഞ്ഞത്. കർമ്മം ചെയ്യാനുള്ള യോഗം എന്ന് വെച്ച് പറഞ്ഞാൽ വാർദ്ധക്യ സംബന്ധമായിട്ട് വല്ലവരും കിടപ്പിലായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം അവർക്കെല്ലാം ആ കർമ്മത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ വന്നു ചേരുവാനുള്ള സാധ്യത ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം കുറച്ചൊരു ഭവന നിർമ്മാണത്തിന് എടുത്ത് പൊക്കി വരേണ്ട ഒരു സമാധാനം ഉണ്ടാകും. ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും വാങ്ങണമെന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. കേസ് വഴക്കുകളിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം കേസ് വഴക്കിൽ നിന്നും കുറച്ചൊരു സമാധാനവും ആശ്വാസങ്ങളും കിട്ടുവാനും ചിലപ്പോൾ മധ്യസ്ഥതയിലൂടെ ഒതുങ്ങിപ്പോകാനും പറ്റിയ ഒരു സമയമാണ്. അനുകൂലപരമായിട്ടുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ചില രേഖകളെല്ലാം
കിട്ടാൻ വൈകി കിടക്കുകയാണെങ്കിൽ അതിനെ കിട്ടുവാനുള്ള സാധ്യത ഉണ്ട്. ധനസംബന്ധമായിട്ട് വല്ല വരവിന് സാധ്യത ഉണ്ടെങ്കിൽ അതും വരുവാനുള്ള സാധ്യത കുറച്ച് കാണുന്നുണ്ട് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കുംഭൻ രാശിക്കാർക്ക് ഈ ജനുവരി മാസം കുറച്ച് റിലീഫ്, അതായത് മനസമാധാനം കിട്ടുന്ന ഒരു മാസമാണ്. നമസ്കാരം.